ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഇഫ് എൽസ്, ഇഫ് എൽസ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഈ 3 ടോപ്പിക്കും കവർ ചെയ്യാം. ടൈം കിട്ടുകയാണെങ്കിൽ ബ്രേക്കും കണ്ടിന്യൂയും കൂടെ കവർ ചെയ്യാം. ഓക്കെ, ഇഫ് എൽസ് വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തും അതിനൊരു ട്രൂ കേസും ഉണ്ടാവും, ഇതല്ലാത്തൊരു കേസും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫാൾസ് കേസും ഉണ്ടാവും. അപ്പോൾ ഒരു കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മളടുത്ത് ക്യാഷ് വേണ്ട രീതിയിലില്ല, അതിന് വേണ്ട ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ കടം പറഞ്ഞിട്ട് മേടിക്കാം, അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പം ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി പ്രോഗ്രാമിലും ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ സ്റ്റോർ, ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ കേസ് എടുത്ത് നോക്കാം. അപ്പം അതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം EMI അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് വേറെ നോക്കേണ്ടി വരും. ഇതൊക്കെ ഓരോ കണ്ടീഷൻസ് ആണ്. ഇപ്പം നമ്മൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ ചോയ്സസ് ഇട്ടുതരും. നിങ്ങൾ ഏത് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, കാർഡ് ത്രൂ ആണോ, UPI ത്രൂ ആണോ, നെറ്റ് ബാങ്കിങ് ത്രൂ ആണോ, അതോ EMI വഴിയാണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇതൊക്കെ എന്താണ്, ഒരു ചോയ്സ് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രോഗ്രാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സെയിം കണ്ടീഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. ഇഫ് നമുക്ക് ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ എന്താ വെച്ചാൽ അത് അവിടെ കൊടുക്കുക, അതല്ല അതിന് ശേഷം വരുന്നത് എന്താ വർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോ സ്റ്റേറ്റ്മെന്റിലും എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇഫിനകത്ത് കൊടുക്കുന്നത് ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ വാല്യൂ ട്രൂ ഓർ ഫാൾസ്, ഇതിലേതെങ്കിലും ഒരു വാല്യൂയിലേക്കാണ് എത്തേണ്ടത്. ഓക്കെ, അങ്ങനെ ഇഫ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ്. ഓക്കെ, ഈ കണ്ടീഷന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ട്രൂ ഓർ ഫാൾസ് ആയിരിക്കണം. അപ്പം അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ബ്ലോക്ക് വർക്ക് ആവുക. ഈ ബ്ലോക്ക് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ, അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ. എന്താണ് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതില്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല രീതിക്കാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഒരു ഐറ്റം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് ചാടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കിപ്പോൾ വീട്ടിലെ ഫാന് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാനാണ്. ആ ഫാന് വർക്ക് ചെയ്യാനുള്ള ഒരു കോഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ കണ്ടീഷൻ നോക്കിയിട്ടാണ് ആ ഫാന് വർക്ക് ചെയ്യണോ വർക്ക് ചെയ്യണ്ടേ എന്നുള്ള കേസ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് സ്വിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫാൻ വർക്കാവും. ഓക്കെ, ഇലക്ട്രിസിറ്റി ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഫാൻ വർക്കാവില്ല. അതാണ് ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫാന് റണ്ണാവും, ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് റണ്ണാവൂല എന്നുള്ളത് തന്നെയാണ്. കാരണം വേറെ കണ്ടീഷനൊന്നും നമ്മളിവിടെ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കിതുപോലെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഇതൊരു വേറെ കേസാണ്. ഇഫ് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഫാൻ വർക്കായി, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫാന് അല്ലെങ്കിൽ പവർ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിന്റ് മീൻസ് കൺസോൾ ഔട്ട്പുട്ട് തരാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്താണ്, ടൈം ലെസ് ദാൻ 18. ടൈമിൻ്റെ വാല്യൂ എന്താ കൊടുത്തുള്ളത്, 20 ആണ്. അപ്പോൾ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കമ്പയർ ചെയ്യുക, 20 ലെസ് ദാൻ 18 എന്നുള്ളതാണ് കമ്പയർ ചെയ്യുക. ഓക്കെ,
അപ്പോൾ എന്താണ് ആക്ച്വലി ഔട്ട്പുട്ട് എന്താണ്? ഫാൾസ് ആണ്. 20 എന്താണ് 18 ലെസ്സർ അല്ല, ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ എന്തായി? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്കാവില്ല. കാരണം എന്താണ്? ഇത് ട്രൂ അല്ല വന്നത്, ഇത് ഫാൾസാ വന്നത്. അപ്പോൾ നേരെ എവിടേക്ക് പോകും? എൽസിലേക്ക് പോകും. എൽസിൽ പോയിട്ട് ഗുഡ് ഈവനിങ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഇഫ് എൽസ് ഇങ്ങനെയാണ്. ഇഫിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇഫിൻ്റെ ബ്ലോക്ക് വർക്ക് ആവുക. ഓരോ ബ്ലോക്കും എന്താണെന്നൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇഫിൻ്റെ ബ്ലോക്ക് വരുന്നത് ഇത്രയാണ്, എൽസിൻ്റെ ബ്ലോക്ക് വരുന്നത് ഇത്രയാണ്. ഇതിനകത്തുള്ള വാല്യൂ വർക്ക് ആവണമെന്ന്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ടൈം ലെസ് ദാൻ 18 കൊടുത്തുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ആയില്ല. പകരം അപ്പം ഇത് സംഭവിച്ച് ഈ എൽസ് പാർട്ട് വർക്കായി. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എൽസിഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതെന്താ വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇഫ് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഫാന് റൺ ചെയ്യുക. എൽസ് ഇഫ് ഇലക്ട്രിസിറ്റി അല്ലാത്ത ഇൻവെർട്ടർ ഉണ്ടോ നോക്കുക. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഫാന് റൺ ചെയ്യുക. അല്ലാത്ത സമയത്ത് എന്താണ്? ഫാന് റൺ ചെയ്യൂല. ഇതും നമുക്ക് എന്തായി ഒരു കണ്ടീഷനായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ എന്താവില്ല? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല, ഫാന് ട്രൂ ആവില്ല, ഫാൻ ഇത് റൺ ആവില്ല. പിന്നെ എന്താണുള്ളത്? രണ്ടാമത്തെ കണ്ടീഷൻ ഇൻവെർട്ടർ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇൻവെർട്ടർ മുഖേന നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് പവർ കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ലെവലിലാണ് ഉള്ളൊരു എക്സാമ്പിൾ. അപ്പോൾ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാലും ഫാൻ റൺ ആവും. ഇതിൻ്റെ രണ്ടിൻ്റെയും കോഡിൻ്റെ വർക്കിംഗ് എന്താ വെച്ചാൽ ഫാൻ റൺ ആവണം എന്നുള്ളതാണ്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഫാൻ റൺ ആവില്ല. ഓക്കെ, ഇതിന് ഇഫ് എൽസ് ലാഡർ എന്നൊക്കെ നിങ്ങൾ മേ ബി കേട്ട് കാണും, C++ലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സിയിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഏകദേശം ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇഫിനകത്ത് വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ എങ്കിൽ ഇത് വർക്കാവും. അതല്ല എൽസിഫിനകത്ത് വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ എങ്കിൽ ഇത് വർക്കാവും. അതും അല്ലെങ്കിൽ ഇവിടെ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അത് വർക്കാവും. ഇതിൻ്റെ സിൻടാക്സ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്, ഞാൻ പ്രത്യേകം എടുത്ത് പറയണമെന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. +2 ലെവൽക്കൊന്നല്ല ക്ലാസ് എടുക്കുന്നത്, ഡയറക്റ്റ് ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോയാലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? ഇത് ഒരു എക്സാമ്പിളാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൈം = 22. ടൈമിലേക്ക് എന്ത് വാല്യൂ വന്നു? 22 വന്നു. അപ്പോൾ എന്ത് ഇവിടെ സംഭവിക്കും? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 22 <10 എന്നുള്ള രീതിയിലാണ് ഇവിടെ വരിക. ഫാൾസ് ആണ്. അതുകൊണ്ട് എന്ത് വന്നില്ല? ഗുഡ് മോർണിംഗ് വന്നില്ല. പിന്നെ ടൈം <18, അതായത് 22 <18 ആണോ? അല്ല. അപ്പോൾ എന്ത് സംഭവിച്ചില്ല? ഇതും വർക്കായില്ല. പകരം എന്തായി? ഇത് മാത്രമാണ്. ഇതിന് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ആവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഫൈനൽ എൽസ് പാർട്ട് എപ്പോഴും അതാണ്. ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ആവുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും മൂന്നാമതൊരു കണ്ടീഷൻ വേണമെങ്കിൽ വെക്കാം. ടൈം <20 പറഞ്ഞിട്ട് വേറൊരു കണ്ടീഷൻ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാം. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് എൽസ് വർക്ക് ആവുക. ഇൻ കേസ് വേറെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈം <18 ആണോ എന്നുള്ളൊരു കണ്ടീഷൻ വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പം എന്തായി? ആ കണ്ടീഷൻ അവിടെ ട്രൂ ആയി. അപ്പം അതിനകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അതാണ് വർക്ക് ആവുക. ഓക്കെ, എപ്പോഴും എൽസിലേട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മൾ ഇവിടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈം <10 കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസ് വർക്കായി. അപ്പോൾ പിന്നെ ഇതൊന്നും വർക്കാവില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരാൾ പർച്ചേസ് ചെയ്യാൻ വരികയാണ് ഒരു ഐറ്റം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാറോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ബേസ് മോഡൽ ഉണ്ടാവും, ഒരു മിഡിൽ വേരിയന്റ് ഉണ്ടാവും, പിന്നെ ഒരു ടോപ്പ് വേരിയന്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ടോപ്പ് വേരിയന്റിന് മേ ബി ഒരു അത്യാവശ്യം ഒരു 15 lakh ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആൾക്ക് 12 lakh ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ വേരിയന്റും എടുക്കുക. ഇനി അതിനും ഇല്ല എന്നുണ്ടെങ്കിൽ 10 lakhന്റെ ബേസ് വേരിയന്റും എടുക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? ഓരോ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ കയ്യിൽ അത്ര ക്യാഷ് ഉണ്ടോ? ഇല്ല, ഇത് കഴിയില്ല. ഇതിന് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടോ? ഓക്കെ, ഇതിനുള്ളതുണ്ട്. അപ്പോൾ
ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഫും എൽസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് കറക്റ്റ് വൃത്തിയായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സിൻടാക്സ് നോക്കി വെക്കുക, അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ആണ്. നമ്മുടെ AI ഒക്കെ ഏകദേശം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് തന്നെ വർക്ക് ചെയ്യുന്നത്. ഈ ഇഫ് എൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു AIയും ഇല്ലാന്ന് വേണമെങ്കിൽ ഒരു സിമ്പിൾ വേർഡ്സിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ തന്നെ ഓരോ ഡിസിഷൻ എടുക്കുന്നതും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഇഫ് എൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ടൈം ആയോ, ഇപ്പോൾ 11 മണിയായി, എനിക്ക് ഉറങ്ങാൻ ടൈമായി. ഓക്കെ, 9:30 ആയി, ക്ലാസ്സിൽ കയറാൻ സമയമായി. ഓക്കെ, അതേപോലെ ഓരോന്നും ഓരോ കണ്ടീഷൻ എന്താണ്, ഒരു ഇഫ് എൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബഞ്ച് ഓഫ് ഇഫ് എൽസിൻ്റെ ഒരു ലോഗാണ് എന്ത് AI എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ മോഡൽ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് അങ്ങനെ വർക്കാവുന്നത്. അല്ലാതെ ഇത് ഫുള്ള് നിരത്തി പിടിച്ച് എഴുതിയിട്ടൊന്നും ആവൂല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ നിരത്തി പിടിച്ച് എഴുതി കഴിഞ്ഞാലും സംഗതി ഏകദേശമൊക്കെ ആ ഒരു ലെവലിൽ എത്തും. പക്ഷേ കോഡ് എഴുതി ഒരു പരുവത്തിലാവുന്നുള്ളൂ. അപ്പോൾ അതിനാണ് അതൊക്കെ അതിൻ്റെ ഒരു ബേസാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് സിസ്റ്റത്തിനെ കൊണ്ട് സെൽഫായിട്ട് ലേൺ ചെയ്യുന്നൊരു കപ്പാസിറ്റി കൊടുക്കുന്നതാണ് AI എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇതിപ്പോൾ നിങ്ങൾക്ക് ആരും ഇഫ് എൽസ് വെച്ചിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യല്ലോ. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ചെറുപ്പത്തിൽ നമ്മളെ അയൺ ബോക്സുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഓൺ ആക്കിയിട്ട് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും, തീയിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ മേ ബി നമുക്ക് കിട്ടും. പിന്നൊക്കെ നമുക്ക് മനസ്സിലായി. ചിലത് എല്ലാതും അങ്ങനെ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ചിലത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിവരറിയുന്നില്ല കാര്യങ്ങൾ നമുക്ക് ക്രമേണ മനസ്സിലാവും. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. അപ്പം അത് കുറേയൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി എടുക്കുന്നതാണ്. അല്ലാതെ എല്ലാം നമുക്കൊരാൾ പറഞ്ഞു തന്നിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ പ്രോഗ്രാമിൽ ബേസിക് ആയിട്ട് ചെറിയ ഇഫ് എൽസ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മാനേജ് ചെയ്യുക. അത്ര ഹെവി ആയിട്ട് ഇപ്പോൾ AI പോലൊക്കെ സംഭവങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഫ് എൽസ് വെച്ചിട്ട് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മൾ അത് സ്വയം ലേൺ ചെയ്യുന്ന ടെക്നിക്ക് അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ബാക്കി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. റിപ്പീറ്റഡ്ലി നടക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെയിലി മേ ബി നിങ്ങൾ കോളേജിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡെയിലി ഇവിടെ സ്കൂളിലോ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വർക്കിന് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു കൈൻഡ് ഓഫ് ലൂപ്പാണ്. ഡെയിലി റിപ്പീറ്റഡ്ലി ചെയ്യുന്നതാണ്. നമ്മൾ എണീക്കുക ഉറങ്ങുക, ഇത് എന്താണ്, കൈൻഡ് ഓഫ് ലൂപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓക്കെ ഇന്ന് എണീറ്റിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്ത്, നാളെ എണീറ്റിട്ട് ആ കാര്യങ്ങളാണ് ചെയ്ത്, മറ്റന്നാൾ എണീറ്റിട്ട് ആ കാര്യങ്ങളാണ് ചെയ്ത്. അതൊക്കെ അവിടെ വരുന്നതാണ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അലൈവായി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ഓക്കെ, വെറുതെ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും അവിടെ എന്താണ്, ഇവിടെ കിടന്നുറങ്ങുകയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അലൈവ് ആവുന്നിടത്തോളം കാലം വർക്ക് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്, കണ്ടീഷനാണ്. എന്തെങ്കിലും ഒരു ഐറ്റം റിട്ടേൺ ചെയ്യുന്നത് ട്രൂവോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം കമ്പയർ ചെയ്യുന്നത് ട്രൂവോ, അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ആ ബ്ലോക്കിനകത്ത് എന്തുണ്ടാവും, കുറച്ച് കോഡുകൾ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്, i = 0 ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് i = 0 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ആക്ച്വലി ഇൻറ്റ് i = 0 കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറുതായെന്ന് വഴി തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് ജാവയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളാരും പറയണില്ല, സംഭവം അത്ര ഒന്നുമില്ല. അതും ഏകദേശമൊക്കെ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് സെയിം ആണ്. അപ്പോൾ കാര്യമായിട്ട് സിൻടാക്സ് ഒന്നും മാറിയിട്ടില്ല. അതാണ് എനിക്കും കുറച്ച് ഡൗട്ട് തോന്നിയത്. അപ്പോൾ പേടിക്കണ്ട, ജാവയിലാണെങ്കിലും ലൂപ്പ് ഉണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിലും ലൂപ്പ് ഉണ്ട്. ജാവൻ്റെയും ഇതിൻ്റെയും സിൻടാക്സ് ഇവിടെ ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട്
പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തോന്നിയില്ല, മനസ്സിലായില്ല, അതേ ഉള്ളൂ. നമുക്ക് നമ്മളെ ലൂപ്പിലേക്ക് പോവാം, ജാവാസ്ക്രിപ്റ്റത്തെ ലൂപ്പിലേക്ക് പോവാം. ലൂപ്പ് ഫോർ ലൂപ്പ് വൈൽ. ഓക്കെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം തന്നെ അല്ലേ. ഇതിനകത്ത് അവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 10 കൊടുത്തിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റ് ഐ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ജാവാസ്ക്രിപ്റ്റിലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ ലെസ് ദാൻ 10. ഇതൊരു എക്സാമ്പിളാണ്. ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ മറ്റു കാര്യങ്ങളും ചോദിക്കണ്ട, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് എല്ലാം സ്റ്റാർട്ടിങ്ങേ തൊട്ട് പറയലൊന്നും നടക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ എക്സാമ്പിളും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യുക. ഓക്കെ, വൈൽ ഐ ലെസ് ദാൻ 10, ഐൻ്റെ വാല്യൂ 10 ആവുന്ന ലെസ് ദാൻ 10 ആവുന്ന ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം കാലം, അതായത് ഐൻ്റെ വാല്യൂ 1 ആണ് വിചാരിക്കുക, ട്രൂ ആണ്. 2 ആണ് വിചാരിക്കുക, അപ്പോഴും ട്രൂ ആണ്. ഇൻ കേസ് 9 ആണ് വിചാരിക്കുക, അപ്പോഴും ട്രൂ ആണ്. 10 കൊടുത്തു, അപ്പോഴെന്താണ് 10 ലെസ് ദാൻ 10 ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, 10 ചെറുതല്ല. ആരോട് ചോദിച്ചാലും അറിയാലോ അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ ഫാൾസ് ആയി. ഓക്കെ, അപ്പം എന്താവില്ല, ഈ ഒരു ബ്ലോക്ക് വർക്ക് ആവില്ല. ഓക്കെ, ഇതിൽ ലെറ്റ് ഐ ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ട്. ഐ ലെസ് ദാൻ 10 ആവുന്നിടത്തോളം കാലം എന്ത് വർക്ക് ആവണം, ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു BR, ദ നമ്പർ ഈസ് 0 1 2 3 അങ്ങനെ ഇതുവരെ വരെ പോവും, 9 വരെ പോവും. ഈ ഐൻ്റെ വാല്യൂ ഐ പ്ലസ് പ്ലസ് എന്താ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ഓപ്പറേറ്റർ ഇൻക്രിമെൻ്റ് ചെയ്യാനുള്ളൊരു ഓപ്പറേറ്ററാണ് ഇത്. ഈ ഫൈനൽ സ്റ്റേജിൽ ഇതിൻ്റെ വാല്യൂ 9 ആവും. 9 നിന്ന് ഇവിടുന്ന് വീണ്ടും പ്ലസ് പ്ലസ് കൊടുക്കുമ്പോൾ ഇത് 10 ആവും. 10 ലെസ് ദാൻ 10 ആണോ എന്ന് ചോദിക്കും. 10 ലെസ് ദാൻ 10 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫാൾസ് ആണ്. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. ഓക്കെ, എക്സിറ്റ് ആവും എന്നർത്ഥം. അപ്പോൾ ഇതാണ് ലൂപ്പിൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ വൈൽ ലൂപ്പിൻ്റെ വേറൊരു വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വേരിയൻ്റ് ആണ് എന്ത്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ പാണ്ടിപ്പടയിലെ ഒരു ഡയലോഗ് ഓർത്താൽ മതി. ആദ്യം അടി പിന്നെ ഡയലോഗ് എന്ന് പറയല്ലോ, ആ കൺസെപ്റ്റ് തന്നെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ചെയ്യേണ്ട പണി ആദ്യം ചെയ്യും, എന്നിട്ടാണ് ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം മാത്രം ഉള്ളിലേക്ക് കയറുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല. ഇവിടെ എന്ത് സംഭവിക്കും, ആദ്യം ടെക്സ്റ്റിലേക്ക് ഒരു നമ്പർ കയറും, പിന്നെ നമ്പർ ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണ്, വീണ്ടും പോവും, വർക്കാവും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും, ലാസ്റ്റ് 10 ഇവിടെ എന്തുവരെ വന്നിട്ടുള്ളത്, ഐ ലെസ് ദാൻ 10 എന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഐൻ്റെ വാല്യൂ 0 ആണ്. 0 ഇവിടെ വന്ന് ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്തു, ഈ BR എന്നൊക്കെ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോവാത്ത. ഇവിടെ എന്ത് സംഭവിക്കും, ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും, പിന്നെ അതിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ വാല്യൂ കൂടി, കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 ഇവിടെ വരും, പിന്നെ അതിൻ്റെ വാല്യൂ 1 ലെസ് ദാൻ 10 ആണ്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അടുത്ത് 1 ഇവിടെ വരും, വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്തു, അങ്ങനെ 2 3 4 5 അങ്ങനെ അപ് ടു ഇവിടെ എത്ര വരെ വരും, 10 ആവുന്ന സമയത്ത് കണ്ടീഷൻ എന്താവും, ഫാൾസ് ആവും, അതായത് ട്രൂ ആവില്ല. അപ്പോൾ അതെന്ത് സംഭവിക്കൂല, ഇത് വർക്ക് ചെയ്യൂല. അപ്പോൾ അപ് ടു 9 വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, രണ്ടും ഏകദേശം സെയിം ആണ്. ഒന്ന് ആദ്യം ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, മറ്റേത് നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യും എന്നിട്ട് ചെയ്യുന്നുള്ളതുള്ളൂ. ഓക്കെ, പിന്നെ ഓക്കെ, ഫോർ ലൂപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും അറിഞ്ഞിരിക്കണം. ചില സാഹചര്യത്തിൽ നമുക്ക് ഫോർ യൂസ് ചെയ്യേണ്ടി വരും, ചിലതിൽ വൈൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. വയലാണ് ഒന്നും കൂടെ സിമ്പിളായിട്ടുള്ളത്. മറ്റേത് ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കണ്ടീഷനൊക്കെ കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ. അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ പാർട്ടാണ് ഈ കാണിക്കുന്നത്, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന പാർട്ട് ഇവിടെ, ഇൻക്രിമെൻ്റ് ചെയ്യുന്ന പാർട്ട് ഇവിടെ. ഇതുപോലെ ഒരു സിൻടാക്സ് തന്നെയാണ്.
നമ്മൾ ഈ ഒരു സിൻടാക്സ് തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് വൈൽ ലൂപ്പ് അങ്ങനെയല്ല. വൈൽ ഒരു ഇഫിൻ്റെ പോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം കൊടുക്കണം. ഇവിടെ എങ്ങനെ വെച്ചാൽ ഇനീഷ്യലൈസ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് ഇത് വർക്കാവും, പിന്നെ കണ്ടീഷൻ ട്രൂ ആണോ നോക്കും, എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും, പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും, ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും. ആ രീതിയിലാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള എക്സാമ്പിൾ ഇതിൽ തന്നെ ഉണ്ട്. ട്രൈ ടു യുവർ സെൽഫ് വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്ലാസ് എന്നും എല്ലാ കാര്യം പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. കുറേയൊക്കെ എന്താണ് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഇതിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ട്രൈ ടു യുവർ സെൽഫ് വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ലൂപ്പിങ്ങിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലൂപ്പിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഫോറും വയലും ഉണ്ട്, വേറെ ഉണ്ട് ഫോർ ഇൻ, ഫോർ ഓഫ്, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊന്നും മേ ബി ഇപ്പം നിങ്ങൾക്ക് അത്ര ബോദർ ചെയ്യണ്ട. ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞുള്ളത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. നമുക്കൊരു ടൈം ആവുന്ന സമയത്ത് ഇത് ബ്രേക്ക് ആവണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബൈക്ക് അല്ലെങ്കിൽ കാറ് എന്നുള്ള കൺസെപ്റ്റിൽ നോക്കുക. ഓക്കെ, കാറ് റൺ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ വേണം അല്ലേ. ഫ്യൂവൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കാറ് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അത് കാറെന്ന രീതിയിൽ കൺസിഡർ ചെയ്യണ്ട. ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ആവണം. ഓക്കെ, ആ ഓഫ് ആവേണ്ട കണ്ടീഷനാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ചാർജ് ഈസ് എംപ്റ്റി, ചാർജ് എംപ്റ്റി ആണ്. ഞാൻ ഇത് നോക്കിയിട്ട് വായിക്കല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാണ്. ഓക്കെ, ഇവിടെ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്താണ് റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് ഈ ബ്രേക്കിൻ്റെ പ്രാധാന്യം വന്നിട്ടുള്ളത്. ചാർജ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുക അതായത് ഈ ലൂപ്പ് നമ്മുടെ മൊബൈൽ ഫോൺ റൺ ചെയ്യുന്ന ലൂപ്പാണ് വിചാരിക്കുക. അപ്പോൾ ഫുൾ ടൈം ഇതിങ്ങനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ടീഷൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് ബാറ്ററിയാണ്. ബാറ്ററി ചാർജ് ലെസ് ദാൻ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ഈ എംപ്റ്റി എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ വരുന്നത് നോക്കുക. ഓക്കെ, ഓരോ തവണയും വർക്ക് ചെയ്യുമ്പോൾ ചാർജ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോൾ ചാർജ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുക. എന്തായി, നമ്മുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കുക എന്നുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, അതിനാണ് ഇത്രയും പറയുന്നത്. ഇപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ റീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൂപ്പ് എൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഗെയിമൊക്കെ നിങ്ങൾ കളിക്കാറുണ്ടാവുമല്ലോ അല്ലേ. ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ എക്സിറ്റ് നിൽക്കുമ്പോൾ നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും, നിങ്ങൾക്ക് ഈ ഇതിൽ നിന്ന് എക്സിറ്റ് ആവണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കുന്ന സമയത്ത് എന്താവും, ആ ഗെയിമിൽ നിന്നാണ് എക്സിറ്റ് ആവും അല്ലേ. അതൊക്കെ നമുക്ക് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഗെയിം മാത്രമല്ല, പല ആപ്പിലും പല ഡിവൈസസിലൊക്കെ പല കണ്ടീഷൻ നമ്മുടെ അടുത്ത് കൺഫർമേഷൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ലൂപ്പിൽ റൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ സെയിം കേസ് തന്നെ നമുക്ക് ഇഫ് എൽസ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ എൻ്റയർ പ്രോഗ്രാം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഓക്കെ എന്ന് വിചാരിക്കുന്നു. വേറെ ഡൗട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഒന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ, അതായത് ഇഫ് എൽസ് കവർ ചെയ്ത്, ഫോർ ലൂപ്പ് കവർ ചെയ്ത്, വൈൽ ലൂപ്പ് കവർ ചെയ്ത്, ബ്രേക്ക് കവർ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഏകദേശം ജാവാസ്ക്രിപ്റ്റും ഓൾമോസ്റ്റ് എൻഡിലെത്താനായി. നമുക്ക് അറേ ഒബ്ജക്റ്റ് അതിലേക്കുള്ള ഓപ്പറേഷൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ വെച്ച് കഴിഞ്ഞാൽ ആണ്, പക്ഷേ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങളെ സൈഡിൽ നിന്ന് സെൽഫായിട്ട് വരണം. നമുക്ക് പെട്ടെന്ന് റിയാക്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൈത്തണിൽ ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.